ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന സിനിമയുടെ കാസ്റ്റും ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതെ, അപ്പോൾ ഒരു വലിയൊരു വിശേഷം നടക്കാൻ പോകുന്ന മെയ് 16 അല്ലേ? എ ഡ്രമാറ്റിക് ഡെത്തിൻ്റെ റിലീസാണ്. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു സിനിമ വരുന്നതെന്ന്? ഈ സിനിമ തികച്ചും അവിചാരിതമായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ ഇങ്ങനെ കോവിഡെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറേയേറെ സിനിമാ പ്രവർത്തകരും നാടക പ്രവർത്തകരുമായ ആളുകൾ മൊത്തം ലോകം മുഴുവൻ അവരുടെ എല്ലാം ജീവിതം പ്രതിസന്ധികളിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാവുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതിനിടയിൽ സംഭവിച്ചു പോയ ഒരു സിനിമയാണ്. സിനിമ സംഭവിക്കാൻ കാരണത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ കെ സാജൻ എന്ന് പറയുന്ന ഈ സിനിമയിലൊരു പ്രധാന വേഷം കൂടി ചെയ്തിട്ടുള്ള സാജൻ സാറിൻ്റെ വരവോടുകൂടിയാണ് ഈ സിനിമ സാർത്ഥകമാകുന്നത്. ബാക്കി ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും എറണാകുളത്തുള്ളൊരു നടീനടന്മാർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പം അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസറാണല്ലോ ഈ സിനിമയുടെ, പോരാണ്ട് ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തത്? ഈ പറഞ്ഞാൽ ഇത് യാദൃശ്യമായിട്ട് സംഭവിക്കുന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ചില കാര്യങ്ങളുണ്ടല്ലോ, സംഭവം ഇത് ചിലത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കണം. അപ്പം അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ എറണാകുളം വരെ ഞാൻ എബ്രോഡ് വർക്ക് ചെയ്തു. ഞാൻ വന്ന സമയത്ത് ഇദ്ദേഹം എന്നെ മീറ്റ് ചെയ്യുകയും അപ്പം ഇങ്ങനൊരു സംഭവം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും പിടിച്ചുലർത്തിയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമയുടെ പേര് തന്നെ ഡ്രാമാറ്റിക് ഡെത്ത്. ഇറ്റ്സ് റിലേറ്റഡ് ടു ട്രാമ. കാരണം ഇന്നത്തെ കാലത്ത് ട്രാമയെ ഇപ്പോഴും സ്നേഹിക്കുന്നവർ കൂടുതലുണ്ട്. ആക്ച്വലി ഈ കഥ തന്നെ പറയുന്നത് ഒരു നാടക സ്നേഹിയുടെ ജീവിതവും കലയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൽ വിളിച്ച് പറയുന്നത്. വളരെ നല്ല സസ്പെൻസ് കൊടുത്ത് ഇപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ കാപ്പരുത്തുരുത്തുന്ന സിനിമ ഇറങ്ങി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നാടക രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും അതുപോലെ ആലിയാർ സാഹിബ്, അദ്ദേഹവും വളരെയധികം നാടകരംഗത്ത് ഒരു വലിയ പ്രതിഭയായിരുന്നു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെയധികം പുരസ്കാരങ്ങൾ നാടകരംഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനൊന്ന് ചിന്തിച്ചു. അപ്പോൾ 1-2 തവണ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരട്ടെ, നോക്കട്ടെ. പിന്നെയും അത് സബ്ജക്റ്റുമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു വിഭിന്നമായിട്ടൊരു സബ്ജക്റ്റായിട്ടാവുന്നത്. അപ്പോൾ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ഒരു സബ്ജക്റ്റ്. ഇത് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്റ്റോറി എന്ന് എനിക്ക് തോന്നി. അപ്പം പിന്നെ ആക്ടിങ് എൻ്റെ ഒരു പാഷനാണ്. അപ്പം അതുകൂടാതെ എൻ്റെ മകൻ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. മോൻ പാടിയ പാട്ടും 1-2 പാട്ടുകൾ അത് സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ ജോ മാഷിന്റെ മകൻ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു പുരസ്കാരം എന്ന് പറയുന്നത് ആ മ്യൂസിക് ഡയറക്ടർക്ക് JC ഡാനിയൽ അവാർഡ് കിട്ടി. അപ്പൊ ആ ഒരു സബ്ജക്റ്റോടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഉറപ്പുണ്ട്, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സക്സസ്.